നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രേവതി ആമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ആമി ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രേവതിക്ക് അറിയില്ല. രേവതി കുറെ സമയം ആമയോട് സംസാരിച്ചു. ഒരു പ്രതികരണം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതി ആമി ഇങ്ങനെ കൈതട്ടി വിളിക്കുകയാണ്, ആമിന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും ആമി പറഞ്ഞു, എന്താ രേവതി, ഞാൻ ഇന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ, നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങാനൊന്ന് സമ്മതിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ആമി അങ്ങ് തിരിഞ്ഞു കിടന്നു. രേവതിക്ക് ഭയങ്കര വിഷമമായി പോയി. അപ്പൊ ഇത്ര സമയം താൻ പറഞ്ഞ് വെറുതെ ആയി പോയല്ലോ, താൻ പറഞ്ഞൊന്നും അവള് കേട്ടിട്ടില്ല എന്നൊരു ചിന്ത രേവതി വല്ലാത്ത വിഷമമുണ്ടാക്കി. അങ്ങനെ പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം ശ്രുതി കോലം ഇട്ടോണ്ടിരിക്കും ഒമ്മർത്ത് വന്നിരുന്നു. അപ്പോഴേക്ക് ശ്രുതി വന്നിട്ട് ചോദിച്ചു, എന്താ ശ്രുതി ഇത്, നീ ഇത് എന്ത് ചെയ്യുക, കാണുന്നില്ലേ ഞാൻ കോലം ഇടുന്നേ, ഇതാണോ കോലം? ഓ, ഇത് കോലം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാവരുടെയും കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് നീ എന്തിനാ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇട്ട് കോലം വരയ്ക്കുന്നേ? അവിടെ കൊണ്ട് കണ്ണി കൊണ്ട് പൊടിയിട്ടാ പോരെ. ഇതെന്താ രാവിലെ ശ്രുതി തമാശ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കണോ? ദേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്റെ ശ്രുതി, അച്ചമ്മ വന്നു കഴിയുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവർ പറയില്ല ഞാനൊരു ജോലിയും ചെയ്തിട്ടില്ലെന്ന്. അല്ലെങ്കിലും അച്ചമ്മ പോയതിനു ശേഷം ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടില്ല. അപ്പൊ ഇതൊക്കെയല്ലേ ഒരു വഴിയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓ, മനസ്സിലായി, എല്ലാം മനസ്സിലായെന്ന് പറയണം. പിന്നെ രക്ഷപ്പെട്ട് നിൽക്കണ്ടേ ഇവിടെ, എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ. ആ സമയത്ത് ആമി അങ്ങോട്ടേക്ക് വരുന്നത്, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, ഞാനത് അച്ചമ്മയോട് പറഞ്ഞു കൊടുക്കട്ടെ എന്നാല്. ഏ, അച്ചമ്മയോട് പറഞ്ഞു കൊടുക്കാനേ? എന്ത്? അല്ല, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനേ കുറച്ച് സമയം നിങ്ങളുടെ സംസാരം കേൾക്കണേ, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളുടെ കള്ളത്തരം മുഴുവനും. എന്ത് കള്ളത്തരം? ഞങ്ങൾക്ക് കള്ളത്തരമൊന്നുമല്ല, ഞങ്ങൾ നല്ല ആൾക്കാരാ. പിന്നെ പിന്നെ ആണോന്നോ, അതിപ്പോ എനിക്ക് മനസ്സിലായ കാര്യല്ലേ. അല്ല, എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? എന്ത് ഗൂഢാലോചന? ഞങ്ങൾക്കൊരു ഗൂഢാലോചന ഒന്നും ഇല്ല. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും കണ്ണി പൊടിയിടാനായിട്ടാണ് രാവിലെ ഈ കോലം വരയ്ക്കുന്നത്. ഇങ്ങനത്തെ കോലമാണെങ്കിൽ വരയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിനാണോ കോലം എന്ന് പറയണേ? ഇതൊരുമാതിരി കോലമായി പോയി. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെ ഇടാൻ അറിയത്തുള്ളൂ. വെറുതെ അല്ല, അച്ചമ്മയൊക്കെ ഓരോന്ന് പറയണതല്ലേ. അത് കേട്ടപ്പോൾ ശ്രുതി രൂക്ഷമായിട്ടൊന്ന് നോക്കി. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അല്ല നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പിന്നാലെ ചേർന്ന് ഇങ്ങനെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണേ? വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു, നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടു കഴിയുമ്പോൾ എന്തോ ഒരിതുണ്ട്. അതെ ഉണ്ട്, എനിക്ക് നിങ്ങളെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടുന്നില്ലാന്നോ? അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ആമി ഒന്ന് ചിരിച്ചു. നീ എന്താ ചിരിക്കുന്നേ? അല്ല, വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് ചിരിച്ചാ. ഞാൻ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും പിന്നെ ഇവിടുന്ന് പുറത്താവും. നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതം തകർന്നു. എന്താ, ഞാൻ എന്തേലും പറയണോ? അത് കേട്ടപ്പോ ശ്രുതി ഞെട്ടി. എന്ത് പറയാനായിട്ട്? ഞാക്കങ്ങന്റെ രഹസ്യമൊന്നുമില്ല. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതും പറഞ്ഞിട്ട് ആമി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, ദേ ശ്രുതി, പ്രശ്നമാകുമോ? എനിക്കറിയത്തില്ല, എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ സമയം രേവതിയെ വീൽ ചെയർ തള്ളിക്കൊണ്ട് സച്ചി ഹാളിലേക്ക് വന്നു. ഇന്നലെ ശരിക്കൊന്നും ഉറങ്ങിയില്ല ഞാൻ എന്ന് സച്ചി പറഞ്ഞു. അതെന്താ? അത് പിന്നെ നീ എൻ്റെ അടുത്തില്ലാത്തോണ്ട്. നീ അടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലെന്നേ. ഓ, ഞാൻ കരുതി ഇനിയിപ്പൊ അച്ഛൻ്റെ കൂർക്കമ്പലി കൊണ്ടാണോന്ന്. അച്ഛൻ്റെ കൂർക്കമ്പലി അതൊന്നും അല്ല കാരണം. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഞാനും ഉറങ്ങിയില്ല. അതെന്താ? പിന്നെ സച്ചേണ്ണ ഇല്ലാത്തോണ്ട് എനിക്ക് ഉറക്കം വന്നില്ല. അത് കൊള്ളാം, നീ എനിക്കിട്ട് പണിതല്ലോ അല്ലേ. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ പറയുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കാണ് ആമി പുറത്തുനിന്നകത്തേക്ക് കയറി വരുന്നത്. എടാ സച്ചി, ഞാനൊന്ന് പുറത്ത് പോവാന്നും പറഞ്ഞുകൊണ്ട് ആമി സ്റ്റെയർ കേസ് കയറി എങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും കാല് തെറ്റി വീഴാൻ തുടങ്ങുവാണ്. അയ്യോ എന്നും പറഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോഴത്തേനും സച്ചി പെട്ടെന്ന് എന്ത് ചെയ്യാണ്, രേവതിയുടെ വീൽ ചെയറിലൂടെ പിടിവിട്ടിട്ട് ആമിയെ പോയി താങ്ങി പിടിക്കുവാണ്. രണ്ടുപേരും കൂടെ വീഴാൻ തുടങ്ങിയപ്പോഴത്തേനും അവിടെ എന്നിട്ട് രേവതി സച്ചിയുടെ ഒറ്റ വിളിയായിരുന്നു. ആ വെളിയിൽ എന്ത് ചെയ്തു, സച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന ആമി താഴേക്ക് പതിച്ചു. ഭാഗ്യത്തിന് ആ സെറ്റിയിലേക്ക് പോയി വീണ, എന്നാലും നടി പിടിച്ചാ വീണത് തന്നെ. അപ്പോഴേക്കും സച്ചിക്ക് എന്ത് വേണം നടത്തില്ല. ഇത് കണ്ടുകൊണ്ടാണ് വർഷയും ശ്രീകാന്തും രവീന്ദ്രൻ എല്ലാം കൂടെ ഒച്ചപ്പാടും വേളം കൊണ്ട് ഓടി വന്നു. ശ്രുതിയൊക്കെ വന്നു. ആമി അയ്യോ എന്നും പറഞ്ഞ് കിടന്ന് കരയുവാണ്. സച്ചി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, നീ എന്ത് പരിപാടിയാണ് സച്ചി കാണിക്കണേ? നീ നോക്കി നിൽക്കണം, പിടിക്കണമെന്ന് പറയണം. ശ്രീകാന്തും രവീന്ദ്രനും കൂടെ കൂടിയിട്ട് ആമയെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാണ്. എന്നാലും നല്ല പരിപാടി തന്നെ നീ കാണിച്ചത്. എടാ, നിനക്ക് ഈ കൊച്ചിനെ ഒന്ന് പിടിക്കാൻ വരായിരുന്നോ? അല്ലച്ചാ, അത് പിന്നെ ഞാൻ പിടിച്ചതാ. എന്നിട്ടോ? അല്ല, അത് പിന്നെ രേവതി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ എടാ, നീ എന്ത് പരിപാടിയൊക്കെടാ കാണിച്ചു വെക്കുന്നേ? ആമയ്ക്കാണെങ്കിൽ ദേഷ്യ സങ്കടമായി. ആമ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നു. എൻ്റെ നടുവ് വേനെടുക്കുന്നു. ശ്രുതിയോട് പറഞ്ഞു, അവള് വീണു, രക്ഷപ്പെട്ടെന്ന് പറയണം. അങ്ങനെയെങ്കിലും ശല്യം ഒഴിവാകൂല എന്ന് ഓർത്തായിരുന്നു പറഞ്ഞത്. അപ്പോഴേക്കും ആമി വന്നിട്ട് എന്ത് ചെയ്തു, സച്ചിയുടെ മീശ പിടിച്ചങ്ങ് തിരിക്കാൻ തുടങ്ങി. എടാ, നീ എന്നെ വീഴിക്കൂല്ലേ? അയ്യോ, ഞാൻ വീഴിച്ചില്ല ആമി. ആമിനെ പിടിച്ച എന്നിട്ട് എന്തിനാ നീ എന്നെ താഴെയിട്ടെ?
നിനക്ക് എന്നെ താഴിടാൻ കൊള്ളാവോ? എടാ കൊള്ളാവോന്ന്. ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് മീശയെ പിടിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക. അമ്മ എനിക്ക് വേദന എടുക്കുന്നുണ്ട്, വിടുന്നില്ല. രേവതിക്ക് അത് കണ്ടപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? രേവതി സച്ചേട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആമിയൊന്നും പക്ഷെ മൈൻഡ് ചെയ്യുന്നില്ല. രേവതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. പക്ഷെ ശ്രീകാന്തൊക്കെ ചിരിക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു, നിനക്കിത് തന്നെ കിട്ടണോടാ എന്ന് പറയണം. പിന്നീട് ശ്രീകാന്തിനോട് വർഷയോടായിട്ട് പറഞ്ഞു, മോളെ പക്ഷെ നീ ഒരു കാര്യം ചെയ്യാം, അവിടെ ഇരിക്കുന്ന ആ ഭാമൊന്നും എടുത്തു കൊടുക്കുക. അവള് നടുവിൽ വല്ലതും പറ്റിയിട്ടുണ്ട് തിരുമട്ടെ എന്നൊക്കെ പറയുക. അത് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആമി സച്ചിയെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് 2 ഇടിയും കൂടെ കൊടുത്തിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. സച്ചി ഇങ്ങനെ വല്ലാതെ നിൽക്കുന്നപ്പോഴത്തേനും രേവതി പറഞ്ഞു, അതെ എനിക്ക് റൂമിലേക്ക് വേണം, ഇപ്പം പോണോ? ഇപ്പം തന്നെ പോണോന്ന് പറയണം. അങ്ങനെ രേവതിയും കൊണ്ട് സച്ചി മുറിയിലേക്ക് പോയി. ആ സമയത്ത് ശ്രുതിയും കൂടെ മുറിയിലേക്ക് വന്നു. ശ്രുതി വെച്ചു, അല്ല ഇപ്പൊ ശ്രുതിയുടെ മനസ്സിൽ എന്താ? ശ്രുതി എന്താ ആലോചിക്കണേ? എന്റെ മനസ്സ് നിറയെ ഇപ്പൊ നീലിമേ ആമിയ. നീലിമ ആമിയോ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഞാനില്ലേ? ഓ അങ്ങനെയല്ല, അത് പിന്നെ അവരൊരു പേടി സ്വപ്നമായിട്ട് എന്റെ മനസ്സിൽ. എന്റെ മനസ്സ് മുഴുവൻ നീ അല്ലേ? ഓ അങ്ങനെ. അല്ല ഇപ്പൊ എന്താ? അത് പിന്നെ എനിക്കറിയില്ല. അവൾ പറഞ്ഞു കേട്ടായിരുന്നു ആമി നമ്മളെക്കുറിച്ച്. അവൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാൻ തോന്നേ. അവൾ അതൊക്കെ ഈ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളമാവും. നീലിമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവൾക്ക് അറിയാവുന്നത്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രുതി പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ഒരു മാർഗമുണ്ട്. എന്താ? നമുക്ക് രേവതിയെ വെച്ചൊരു കളി കളിക്കാം. രേവതിയെ വെച്ച് എന്ത് കളി കളിക്കാനായിട്ട്? രേവതിയുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ? ആമയെ ചാടി സച്ചി പിടിച്ചു കഴിഞ്ഞപ്പം സച്ചിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആമയെ താഴെ ഇടുകയും ചെയ്തു. അതിനർത്ഥം രേവതിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നല്ലേ? അല്ലെങ്കിലും അവർ രണ്ടുപേരും കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ രേവതിയുടെ മുഖം ഒന്ന് കാണണം. ഈ ആമി കളിക്കൂട്ടുകാരി എന്നൊക്കെ പറയുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണോ? ദേഹത്തേക്ക് ചാടി കയറി കൊഞ്ചിക്കൊഴിയുന്നു. എന്തൊക്കെയാ ഒരു ഭാര്യമാർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ സുധി ആമി കാണിക്കുന്നത്? അത് ശരിയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വെച്ചൊരു കളി കളിക്കാന്ന്. രേവതിയുടെ മനസ്സിലേക്ക് നമ്മൾ കുറച്ച് വിഷക്കുത്തി നിറച്ചാൽ മാത്രം മതി. നടക്കുമോ? അതൊക്കെ നടക്കുമോന്നോ? നമുക്ക് പറയാം, അവർ തമ്മിലുള്ള പെരുമാറ്റവും സംസാരവും ഒന്നും ശരിയല്ല, ഒന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ രേവതിക്ക് സംശയമാവും, എങ്ങനെയുണ്ട് എൻ്റെ മനസ്സിലെ ഐഡിയ കൊള്ളാം, പക്ഷെ അത് വർക്കാവുമോ? വർക്കാവണമല്ലോ. നമുക്ക് ആമയെ ഓടിക്കാൻ വേറൊരു മാർഗം ഇല്ലെന്ന് പറഞ്ഞു. ആ സമയം രേവതി സച്ചിയെ രൂക്ഷമായിട്ട് നോക്കുകയാണ് മുറിയിൽ. അപ്പൊ സച്ചി വെച്ച്, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കണം? പിന്നെ നോക്കാതെ സച്ചിയേടൻ കാണിച്ച ശരിയാണോ? അത് പിന്നെ ഞാന് അവള് വീഴാൻ തുടങ്ങുമ്പോൾ അവളെ കയറി പിടിച്ചല്ലേ? അല്ല പിടിച്ചിട്ട് സച്ചിയേട്ടൻ എന്തിനാ താഴെ ഇട്ടെ? അത് പിന്നെ നീ സച്ചിയേട്ടാന്ന് വിളിച്ചു കഴിഞ്ഞ ഉടനെ സച്ചിയേട്ടൻ അവളെ താഴെ ഇടുവോ? ഒരു പെണ്ണിനെ അങ്ങനെ താഴെ ഇടാൻ കൊള്ളാവോ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ? ആര് സമാധാനം പറഞ്ഞേനും? ശരി, ഇനി ഞാൻ വീഴാൻ പോകുമ്പോ അവളെ പിടിച്ചോളാൻ താഴെ ഇടത്തില്ല. ഓഹോ, അപ്പൊ ഇനിയും വീഴാൻ പോകുമ്പോൾ പിടിക്കാൻ പോവില്ലേ? അപ്പൊ ഞാൻ പിടിക്കണ്ടേ? പിടിക്കാതിരുന്ന താഴെ വീഴില്ലേ? നീ ഏതിനകത്തേലും ഒന്നിനകത്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിക്ക് രേവതി. അതെ, ഒരു കാര്യം ഞാൻ പറയാം, മേലാൽ ഇന്ന് ആവർത്തിച്ചേക്കല്ല, ഇതിനുള്ള ശിക്ഷ തരും. ശിക്ഷ എന്തിനാ? ഞാൻ അവളെ പിടിച്ചാനാണോ അതോ അവളെ താഴെ ഇട്ടാനാണോ? രണ്ടിനും ശിക്ഷ അനുഭവിക്കണം. അയ്യോ വേണ്ട, ശിക്ഷ അനുഭവിക്കണ്ട. ഞാനിനി ആര് വീഴാൻ പോലും പിടിക്കാൻ പോകത്തില്ല. എൻ്റെ രേവതി മോളല്ലാതെ വേറെ ആര് വീഴാൻ പോലും ഞാൻ പിടിക്കില്ല. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഇനി ഇപ്പൊ അതൊന്നും പറയണ്ട, മര്യാദയ്ക്ക് പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി. 50 തവണ ഏത്ത വിടാനോ? ഏത്ത വിടാൻ പറഞ്ഞ ഏത്ത വിട്ടാൽ മതി. ഒടുവില് സച്ചി 1 2 3 പറഞ്ഞ് 50 തവണ ഏത്ത വിട്ടു കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, 50 തവണയായി, ഞാൻ ഇനി പോയിക്കോട്ടെ എന്നും പറഞ്ഞ് സച്ചി മുറിയിൽ നിന്ന് ഓടുവാണ്. രേവതി അവിടെ ഇരുന്ന് ചിരിക്കുക. രേവതിക്ക് ചിരി അടക്കാൻ സാധിച്ചില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും രേവതി എന്ത് ചെയ്ത് ഹാളിലേക്ക് വരുമ്പോഴത്തേനും ആമ ഇങ്ങനെ ആലോചിച്ചാൽ സെറ്റി കിടക്കുക. ഇവളെന്താ പോലും ആലോചിക്കുന്നേ? ഒരു പക്ഷേ സച്ചിയാണ് ഇവളെ താങ്ങി പിടിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആണോ? എന്തോ സ്വപ്നം കണ്ട് സന്തോഷിച്ചിരിക്കുവാണല്ലോ. പെട്ടെന്ന് വന്ന് ആ വീൽ ചെയർ ഉരുട്ടിക്കൊണ്ടുവന്ന് രേവതി ആമയുടെ കാലിട്ടൊന്ന് അടിക്കുവാണ്. ആമി ചാടി എഴുന്നേറ്റു. എന്താ രേവതി, എന്താ കാര്യം? നീ എന്തിനാ എന്നെ തല്ലിയത്? തല്ലുവോ? ഞാൻ തലോടിയതായിരുന്നു. തലോടുവോ? ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ എന്തോ കാര്യമായിട്ടുള്ള സ്വപ്നത്തിലാന്ന് മനസ്സിലായി, അതുകൊണ്ടൊന്നും തലോടിയതോ? ഓ അതാണോ? ഞാൻ കണ്ട സ്വപ്നം എന്താണെന്നാണ് നിനക്കറിയണ്ടേ? ഞാൻ കണ്ട സ്വപ്നമേ ഒരു സ്വപ്നമുണ്ട്. എന്താ? നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ? ചില കാര്യങ്ങളെക്കുറിച്ച് പിന്നെയും നമുക്ക് ചിന്തിക്കാൻ തോന്നും. അല്ല ഇപ്പം എന്താ ചിന്തിച്ചേ? അത് ഞാൻ വീഴാൻ തുടങ്ങിയപ്പോൾ സച്ചി എന്നെ കയറി പിടിച്ച അതായിരുന്നു എൻ്റെ മനസ്സറിയും. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കിടന്നാ. അതും പറഞ്ഞ് ആമി അങ്ങോട്ടേക്ക് പോയി. ദൈവമേ, ഇവള് തൻ്റെ ജീവൻ നശിപ്പിക്കാമെന്നാണോ? ലക്ഷണം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. എന്ത് ചെയ്യണം? രേവതിക്ക് കൺഫ്യൂഷനായി.
അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ട് വന്നു. ശ്രുതി വന്നിട്ട് പറഞ്ഞു, അവള് പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ. ഇത് രേവതി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ ആളത്ര ശരിയല്ല കേട്ടോ. കാനഡയിലൊക്കെ വലിയ പഠിച്ചു വളർന്ന ആളാ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, പഠിച്ചത് ഇവിടെ, അവള് കാനഡയിൽ ജോലി ചെയ്യുന്നത്. എന്താണെങ്കിലും ആട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കില് ഇതത്ര ശരിയാന്ന് തോന്നില്ല. അവളുടെ സ്വഭാവം കണ്ടോ, സച്ചിയോടുള്ള പെരുമാറ്റം. രേവതിയോട് പോലും അവൾ അത്ര അടുപ്പം കാണിക്കുന്നില്ല. പക്ഷെ സച്ചിയുമായിട്ട് എന്തൊരു അടുപ്പോ. കളിക്കൂട്ടുകാർ ഇങ്ങനെയാണോ? തോളത്ത് കൈയിട്ട് നടക്കുന്നു, ഭാര്യയുടെ മുന്നിൽ കൂടി എന്തൊക്കെ പ്രകടനം, കെട്ടിപ്പിടിക്കുന്നു, സച്ചിയെ പിച്ചുന്നു, മാന്തുന്നു. ഇത് ശരിയല്ല കേട്ടോ. ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്റെ സച്ചിയെ നഷ്ടപ്പെടും. നീ എന്തൊക്കെയാ ശ്രുതി പറയുന്ന? അങ്ങനൊന്നുമില്ല. അതെ, രേവതി ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ രേവതിയുടെ മനസ്സ് കരയെന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടെന്നല്ലേ പറഞ്ഞേ. അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാ. സൂക്ഷിച്ചൊന്ന് നടക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ സച്ചിയെ നഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കാൻ നോക്കിയോ, അല്ലെങ്കിൽ അവള് രേവതിക്ക് ഒരു പാരയായിരിക്കും. അതും പറഞ്ഞ് ശ്രുതി അങ്ങ് നടന്നു. ശ്രുതി തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ രേവതി ആലോചിക്കുന്നുണ്ട്, കൊള്ളാം, പൊളിച്ചു, സൂപ്പറായിട്ടുണ്ട്. ഇനി അവളുടെ മനസ്സിൽ എന്താണെങ്കിലും ടെൻഷൻ കയറിക്കോളൂ എന്നൊരു ചിന്തയൊക്കെ വരുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.